ഇപ്പോൾ ട്രെൻഡി ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന മോമോസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. നമ്മളിവിടെ വെജിറ്റബിൾ മോമോസ് ആണ് കേട്ടോ തയ്യാറാക്കുന്നത്. അതിനായിട്ട് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ ഓയിൽ, പിന്നെ ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കാം. ഈ ഒരു പരുവത്തിലാണ് കേട്ടോ ഞാനിവിടെ കുഴച്ചെടുത്തിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടി തടവിയിട്ട് നമുക്കിത് മാറ്റി വെക്കാം. ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കാം. അതിനായിട്ട് 1 സവാള ചെറുതായിട്ട് നുറുക്കിയത് ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മീഡിയം മുഴുപ്പിലുള്ള ഒരു ക്യാരറ്റ് ചെറുതായിട്ട് നുറുക്കിയത് എടുത്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം വലിയ ഒരു ഉരുളക്കിഴങ്ങാണ്, അത് പുഴുങ്ങിയിട്ട് ഉടച്ചെടുത്തിട്ടുള്ളതാണ്, അതും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് നുറുക്കിയത് അതുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ക്രഷ്ഡ് പെപ്പറാണ്, ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതാണ്, അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ സോയാ സോസ്, ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ ഓയിലും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് അത് കുറേശ്ശെ എടുത്തിട്ട് നമ്മൾ ഇതുപോലെ നമ്മൾ പൂരിക്കൊക്കെ പരത്തുന്ന പോലെ ഒന്ന് പരത്തിയെടുക്കാം. ഈ ഒരളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിൽ 2 ടീസ്പൂൺ അളവിൽ നമ്മൾ ആ മിക്സ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളിത് ഈ കൈ കൊണ്ട് പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് എടുക്കുകയാണ്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ എടുക്കുന്നത് ഇങ്ങനെയാണ്. ഇതുപോലെ നമ്മൾ പതുക്കെ ഞെറിയിട്ട് ഇങ്ങനെ എടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ കയ്യിൽ വെച്ചിട്ട് മൊത്തം ഒന്ന് ചുറ്റിച്ചെടുക്കുക. ഈ രീതിയിലാണ് ഞാൻ എല്ലാം ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ഇഡ്ഡലി ചെമ്പാണ്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് അടുപ്പിൽ വെച്ച ശേഷം നമുക്ക് ഇതുപോലെ നമ്മുടെ എല്ലാ മോമോസും പെറുക്കി വെക്കാം. അതവിടെ ഇരുന്ന് വേകുന്ന സമയം കൊണ്ട് നമുക്ക് അതിനാവശ്യമുള്ള ചട്നി തയ്യാറാക്കാം. ഞാൻ അതിനായിട്ടൊരു 5 കാശ്മീരി ചില്ലിയും 1 തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു തക്കാളി ഞാൻ ഇതുപോലെ ഒന്ന് നൈസായിട്ട് മുറിക്കുന്നുണ്ട്, കാരണം ഇത് പുഴുങ്ങിയെടുത്ത് വരുമ്പോൾ നമുക്ക് അതിൻ്റെ തൊലി കളയാൻ എളുപ്പത്തിനാണ്. ഇതിലേക്ക് 4 അല്ലി വെളുത്തുള്ളിയും ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ തക്കാളിയെല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂടെല്ലാം മാറിയ ശേഷം നമുക്ക് ഇതിൻ്റെ സ്കിന്നെല്ലാം മാറ്റാം. ഇനി നമുക്ക് മിക്സിയുടെ ജാറെടുത്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കാശ്മീരി ചില്ലിയും തക്കാളിയും പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം. നമ്മുടെ ചട്നി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ച് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നിട്ട് മൂപ്പിക്കാം. നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറുന്ന വരെ നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ നമ്മൾ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വഴറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ മോമോസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾ മോമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.